എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ സ്റ്റാൻലിയുടെ വീട്ടിലാക്കിയതിന് ശേഷം ബാലേന്ദ്രൻ തിരിച്ചു പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൻ്റപ്പനും ബൈജുവും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് അലീന ആരാണ് എന്നതിനെക്കുറിച്ച്. അവരോട് പറഞ്ഞിട്ടില്ല അലീന ആരാണ് എന്നത്. അതുകൊണ്ട് തന്നെ അവർ പലതും ഊഹിച്ചെടുക്കുന്നുണ്ട്. ബൈജു പറയുന്നുണ്ട് കേണൽ സാറിൻ്റെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ പറയുക, ബന്ധത്തിലുള്ളതാണെങ്കിലും ഇത്രയും പ്രായമായ ഒരു പെൺകുട്ടിയെ കേണൽ സാറ് തന്നെ താമസിക്കുന്നിടത്ത് കൊണ്ട് നിർത്തുമോ? അതൊന്നും അല്ല, ചിലപ്പം കേണൽ സാറിൻ്റെ ഇളയമ്മയുടെയോ ആൻറ്റിയുടെയോ അങ്ങനെ ആരുടെയെങ്കിലും മക്കളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അവർക്ക് ഭയങ്കര സംശയമാണ്. അതിനിടയ്ക്ക് ആൻ്റപ്പൻ പറയുന്നുണ്ട്, ശരിക്കും ആ പെൺകൊച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കേണൽ സാറിൻ്റെ മോളായ ടാനിയയുടെ ഒരു ചെറിയ ഷേപ്പുണ്ട്, അതുകൊണ്ട് തന്നെ സാറിൻ്റെ ബന്ധത്തിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരം നീണ്ടുപോകുന്നതിനിടയ്ക്ക് അലീന ആ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. വീടൊക്കെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ഇറങ്ങി വന്നതാണ് അലീന. ആ ഫ്രണ്ടിലത്തെ വരാന്തയിലൂടെ അങ്ങ് നടന്നു പോകുന്നു. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട്, വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് കേണൽ സാറ് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടെ ചെല്ലട്ടെ എന്ന്. കൂടെ ബൈജുവും ചെല്ലും. അങ്ങനെ അലീന പോകുന്നതിൻ്റെ പുറകെ അവർ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അലീന നിന്ന് കഴിയുമ്പം ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, കുട്ടി ആരാ, എന്താ, എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ. അന്നേരം അലീന ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനേ ഒരു അനാഥയായിരുന്നു 10-21 വർഷം. ഞാൻ ഒരു അനാഥാലയത്തിലാണ് 23 വർഷവും ജീവിച്ചത്. അതിനുശേഷം ഒരു വീട്ടുജോലിക്കായിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം, വീട്ടുജോലിക്കോ എന്ന് അവർ ചോദിക്കുക. എന്നിട്ട് അവർക്ക് സംശയം തോന്നിയിട്ട്, വീട്ടുജോലി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം അലീനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വീട്ടുജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് തൂക്കുക, തുടയ്ക്കുക, പാത്രം കഴുകുക, ആ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ജോലിയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം അവരിങ്ങനെ ആലോചിക്കുക, ദൈവമേ, ഇങ്ങനെ ഒരു അനാഥ പെണ്ണിന് വേണ്ടിയായിരുന്നോ കേണൽ സാർ ഞങ്ങളിട്ട് ഓടിച്ച് ഈ വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അലീന ഫ്രണ്ടിലോട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരും കൂടെ ചെല്ലുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഈ വീടിന് ചുറ്റുമായിട്ട് അയൽക്കാരും ഇല്ലേ എന്ന്. അന്നേരം ആൻ്റപ്പൻ പറയും, ഈ വീടിന് ചുറ്റുമായിട്ട് ഏകദേശം 2.5 ഏക്കറോളം സ്ഥലമുണ്ട്, അതിനപ്പുറത്തേക്ക് വേറെ വീട്ടുകാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും വീട് ചുറ്റി കണ്ടതിന് ശേഷം അലീന കയറി പോകുന്നു. അപ്പോഴത്തേക്കും വൈകിട്ടായല്ലോ. ബാലേന്ദ്രൻ അങ്ങ് വീട്ടിലോട്ട് എത്തുന്നുണ്ട് ആ സമയം കൊണ്ട്. അപ്പം ബാലേന്ദ്രൻ്റെ വണ്ടി കാണുന്നത് എല്ലാവരും അകത്തുനിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങി വരും. അവർ വളരെ പ്രതീക്ഷയിലാണ് ഇനി അലീന അങ്ങനെ തിരിച്ചു വന്നാലോ എന്ന്. ഏതായാലും ബാലേന്ദ്രൻ കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ അകത്ത് ലൈറ്റ് തെളിയുമല്ലോ. ആ സമയത്ത് കാറിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്ന് കാണുന്നു. ബാലേന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും വരാന്തയിൽ തന്നെ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു പതിവ് ഇല്ലാത്തതാണല്ലോ, ഇതെന്താ ഇങ്ങനെ കാത്തിരുന്നത് എന്ന് ചോദിക്കുമ്പം ബബിത ദേഷ്യത്തോട് പറയുന്നുണ്ട്, അതിന് കാത്തിരുന്നൊന്നുമല്ല, ഞങ്ങൾ അകത്തായിരുന്നു, വണ്ടിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ എന്ന്. എന്നിട്ട് ബബിത ചോദിക്കും, അച്ഛൻ അലീന ചേച്ചി കൊണ്ടുവിട്ടോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, കൊണ്ടുവിടാനല്ലേടി ഞാൻ ഇവിടുന്ന് പോയത് എന്ന്. അന്നേരം അവിടെ ചെന്നിട്ട് എങ്ങനെയാണ്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ, എവിടെയാണ് കൊണ്ടുവിട്ടത്, കുളത്തുപുഴയിൽ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുളത്തുപുഴയിൽ ഒരു പ്ലാന്ററുടെ വീട്ടിലാണ് കൊണ്ടുവിട്ടത്, ഇപ്പം തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ പോയത്, പോകാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയതല്ലേ എന്ന് പറയുവാണ്. അന്നേരം വീണ്ടും ചോദിക്കും, ചേച്ചിക്ക് അച്ഛൻ പോരുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നിയോ, ചേച്ചിക്ക് വിഷമമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ വിഷമമില്ലാതിരിക്കുമോ, കുറേ കരഞ്ഞു, ഞാൻ പിന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറയുമ്പം ബബിത പറയുവാണ്, അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പോരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, പിടിച്ച് വണ്ടി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ മേലായിരുന്നോ, ഇതിനെല്ലാം കാരണം അച്ഛനാ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഇങ്ങോട്ട് കയറി പോവാണേ. ബബിതയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. പിന്നെയും നമ്മുടെ അലീനെ തന്നെയാണ് കാണിക്കുന്നത്. അലീന വൈകിട്ടായത്തേക്കും ആകെ ഒറ്റപ്പെട്ടതുപോലെ ആയേ. ഇവിടെയാണെങ്കിൽ കൃഷ്ണമോളും ബബിതയും അതുപോലെ രോഹിത്തും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. പതിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. അലീനയ്ക്ക് അവിടെ ആകെ കൂട്ടുള്ളത് ആ പട്ടികളൊക്കെ തന്നെയാട്ടോ. അലീന എവിടെ പോയാലും അലീനയുടെ പുറകെ അതുങ്ങളും നടക്കും. അലീനയായിട്ട് ഭയങ്കര ഇഷ്ടത്തില്ല. അതിനിടയ്ക്ക് ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഈ പട്ടികളുമായിട്ട് കുഞ്ഞ് ഇത്രയും അടുപ്പമായത്, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്നേഹമൊന്നും എന്നോടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയും, ഈ പട്ടികൾ എന്നല്ല, എല്ലാ പട്ടികൾക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അതെന്താണ് എന്ന് എനിക്കറിയില്ല എന്ന്. അത് കഴിഞ്ഞ് അലീന പയ്യെ അതിലൂടെ നടന്ന് സ്റ്റാൻലിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുവാണ്. എന്നിട്ട് പയ്യെ ആ ഡോറൊന്ന് തുറന്ന് നോക്കുമ്പം സ്റ്റാൻലി അവിടെ ഇരുന്ന് മദ്യപിക്കുവാണ്. ഫ്രണ്ടിൽ ടീപ്പോയ് ഉണ്ട്, ടീപ്പോയിൽ മദ്യക്കുപ്പിയും ഗ്ലാസും ഒക്കെ ഉണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ അലീനയ്ക്ക് ആകെ ഒരു ടെൻഷൻ. അലീന പെട്ടെന്ന് ഡോർ അടച്ചിട്ട് അവിടെ നിന്ന് പോരുവാണ്. അന്നേരം സ്റ്റാൻലി അലീനെ വിളിക്കുന്നുണ്ട്. സ്റ്റാൻലി വിളിച്ചത്
ഇത് കേട്ടിട്ടും അലീന നിൽക്കുന്നൊന്നുമില്ല. അലീന അവിടെ നിന്ന് നേരെ അലീനയുടെ റൂമിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് വാതിലടയ്ക്കും. കുറേ കഴിഞ്ഞ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അലീന പോയി തുറക്കുമ്പം സ്റ്റാൻലിയാണ്. സ്റ്റാൻലി ചോദിക്കും, വിളിച്ചാൽ നിൽക്കാൻ പാടില്ലേ, അനുസരണ ഇല്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ്, ഞാനത് തുറന്നു നോക്കിയപ്പം അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ മദ്യം കഴിക്കും, അതിന് പ്രത്യേകിച്ച് സമയമോ കാലമോ ഒന്നുമില്ല. ആഹാരം കഴിക്കുമ്പോൾ അതിന് ഉപ്പും മധുരവും ഒക്കെ വേണമല്ലോ, അതുപോലെ തന്നെയാണ് എനിക്ക് മദ്യവും. അത് ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ സ്ത്രീകൾക്ക് പൊതുവെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, പക്ഷേ ആരും ഞാൻ മദ്യപിക്കുന്നതിലും സിഗരറ്റ് വലിക്കുന്നതിലും ഒന്നും ഇടപെടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അത് ഡയറക്റ്റ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാൽ പോരെ, അതിൽ ഇടപെടരുതെന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ പോരെ, അതെനിക്ക് മനസ്സിലാവും എന്ന്. എന്നിട്ട് ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് സ്റ്റാൻലിക്ക്. പക്ഷെ അതൊന്നും അലീന ശ്രദ്ധിക്കാതിരിക്കാൻ, അലീനെ കാണിക്കാതിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി അലീനോട് ചോദിക്കുവാണ്, എങ്ങനെയുണ്ട് വീടൊക്കെ ചുറ്റി കണ്ടോ, ഇഷ്ടപ്പെട്ടോ എന്ന്. അന്നേരം അലീന പറയും, ഇഷ്ടപ്പെട്ടില്ല എന്ന്. അന്നേരം സ്റ്റാൻലിക്ക് ഒരു അത്ഭുതം, ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള രീതിയിൽ ഒരു നോട്ടമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാൻലി പറയും, ഇടാനുള്ള ഡ്രസ്സും സാധനങ്ങളും എല്ലാം കബോർഡിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ എടുത്ത് ധരിക്കാം കേട്ടോ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അതൊക്കെ ഒരു 10-20 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇടാൻ പാകമാകുമായിരിക്കും, ആ സമയം ആകുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ചീർത്ത് വരണം എന്നിങ്ങനെ പറയുമ്പം സ്റ്റാൻലി ചോദിക്കും, അതൊന്നും പാകമല്ല അല്ലേ, കുഴപ്പമില്ല, ആൻ്റപ്പൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടാൽ മതി, അവൻ പാകത്തിനുള്ളത് വേറെ മേടിച്ചുകൊണ്ട് തരും എന്ന്. അത് കഴിഞ്ഞ് ഇവിടെയുള്ളവരെയൊക്കെ പരിചയപ്പെട്ടോ എന്ന് ചോദിക്കുവാണ് അലീനയോട്. അന്നേരം അലീന പറയും, ഞാൻ ബൈജു ചേട്ടനെയും ആൻ്റപ്പ ചേട്ടനെയും കണ്ടു, വേറെ ആരെയും അങ്ങനെ പരിചയപ്പെട്ടില്ല എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുവാണ്, അവരെയൊന്നും ചേട്ടാ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, പേര് വിളിച്ചാൽ മതി, അവരിവിടുത്തെ സെർവൻസ് ആണ് എന്ന്. അന്നേരം അലീന പറയും, ഞാനും ഒരു വീട്ടിൽ സെർവൻ്റായിട്ട് നിന്നതാണ്, ആ വീട്ടിലെ കുട്ടികൾ എന്നെ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ എനിക്ക് അവർ ബഹുമാനവും തന്നിരുന്നു എന്ന്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന ഒരിക്കലും ബാലേന്ദ്രൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി അല്ലായിരുന്നു എന്ന് ബാലേന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വീട്ടിലുള്ളവരാരും അലീനയ്ക്ക് അന്യരുമല്ലായിരുന്നു, അതും എനിക്കറിയാമെന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ പഠിച്ചത് അങ്ങനെയല്ല, പിച്ചക്കാരനാണെങ്കിൽ പോലും നമ്മളെക്കാൾ പ്രായം കൂടിയ ആളാണെങ്കിൽ അയാളെ ബഹുമാനിക്കണം എന്നാണ് എന്നെ ബ്രിജിത്താമ്മ പഠിപ്പിച്ചേക്കുന്നത്, അത് ഞാൻ ചെയ്യും എന്ന് പറയുവാണ്. അന്നേരം സ്റ്റാൻലിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, അതിന് നീ ഇവിടുത്തെ സെർവൻ്റ് അല്ല, എൻ്റെ മകളാണ് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെ ഒരു അച്ഛനെ എനിക്കറിയത്തില്ല, എൻ്റെ കടപ്പാട്ടൂരെ അച്ഛനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ, ആ ആളെയാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചതും. പിന്നെ ആ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിച്ചു എൻ്റെ അച്ഛൻ ഇതാണ് എന്ന്. പിന്നെ ഇവിടെയുള്ള വേലക്കാർക്ക് പോലും ഞാൻ ആരാണ് എന്ന് അറിയില്ല, അതുകൊണ്ടാണല്ലോ അവരെന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചത് എന്ന് പറയുക. അന്നേരം സ്റ്റാൻലി ചോദിക്കും, അവരെന്താണ് അലീനയോട് ചോദിച്ചത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ആരാണ്, എവിടുന്നാണ് വന്നത് എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു അനാഥയായിരുന്നു, 23 വർഷക്കാലം ഒരു അനാഥാലയത്തിലാണ് വളർന്നത്, അതിനുശേഷം വീട്ടുജോലിക്കൊക്കെ ഒരു വീട്ടിൽ ജോലിക്കും പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, സെർവൻ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷം വീട്ടിലെ യജമാനത്തിയാണ് എന്ന് പറയുമ്പം അതിനൊരു ഭംഗിയുണ്ട്, അതല്ലാതെ വീട്ടിലെ യജമാനത്തിയാണ് എന്ന് ആദ്യമേ പറഞ്ഞിട്ട് പിന്നീട് വേലക്കാരിയായിട്ട് തരം താത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ തലയുയർത്തി നിൽക്കാൻ പറ്റുമോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന പറഞ്ഞതിലും ശരികൾ ഉണ്ട് എന്ന്. അതിനുശേഷം കുറച്ച് നേരോട്ട് സംസാരിച്ചിട്ട് സ്റ്റാൻലി ചോദിക്കും, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്ന്. ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് നടക്കും. അന്നേരം അലീന നിന്നിടത്ത് തന്നെ നിൽക്കുവാണേ. എന്നിട്ട് സ്റ്റാൻലി തിരിഞ്ഞു നോക്കുമ്പം അലീന അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അന്നേരം അലീനയോട് സ്റ്റാൻലി പറയുവാണ്, അതെ, ഒരു കാര്യം 2 തവണ പറയിപ്പിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന്. അന്നേരം അലീന പറയും, ഇപ്പോൾ 2 തവണ പറഞ്ഞാലും 3 തവണ പറഞ്ഞാലും വയറിന് വിശന്നാലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ അവിടെ ഇത്രയും ദിവസം 9:30-ക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, ഇനിയിപ്പം ഇവിടെ 8 മണിക്ക് വിശക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യമായിട്ട് വയറിനും ഒന്ന് ഇണങ്ങി വരാൻ ഇത്തിരി സമയം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയും, അങ്ങനെയാണോ, എങ്കിൽ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, വേണ്ട, നമുക്കിപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകാം, ഇനി ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ടത് ഞാനല്ലേ, അത് ഇന്ന് തന്നെ തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് സ്റ്റാൻലിയുടെ കൂടെ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് പോവാണ്. സ്റ്റാൻലിക്ക് എല്ലാം പട്ടാളച്ചിട്ടയാട്ടോ, ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കുമ്പോഴും ഒക്കെ ആ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളിലും ഓരോന്ന് എടുത്ത് കൊടുക്കുന്നതിലും ഒക്കെ ആ ചിട്ടകളുണ്ട്.
ഫോർക്കും മുള്ളും ഒക്കെ എടുത്ത് അലീനയുടെ കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കനൊക്കെ എടുത്ത് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നു, കഴിക്കാൻ പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കിത് വെച്ച് കഴിക്കാൻ അറിയത്തില്ല എന്ന്. അന്നേരം സ്റ്റാൻലി പറയും അത് വെച്ച് കഴിക്കാൻ പഠിക്കണം, അത് ഞാൻ കഴിക്കുന്നത് പോലെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി കത്തിയും അതുപോലെ ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അലീന അത് നോക്കിയിട്ട് അതുപോലെ കഴിക്കാൻ വേണ്ടി ആ കത്തിയും ഫോർക്കും വെച്ച് ചിക്കൻ്റെ മേൽ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ കത്തിയും മുള്ളും ഒക്കെ പാത്രത്തെ കൊണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം ശബ്ദം കേൾപ്പിക്കാതെ കഴിക്കാൻ സ്റ്റാൻലി പറയുന്നു. ഇതിനിടയ്ക്ക് ഇത്രയും വലിയ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ആ ചിക്കൻ പീസ് തെറിച്ചു പോയി സ്റ്റാൻലിയുടെ പാത്രത്തിൻ്റെ സൈഡിൽ പോയി വീഴുക കേട്ടോ. അന്നേരം അലീന അത് എടുക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട അതെടുക്കണ്ട, വേറെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ് വേറൊരു പീസ് എടുത്ത് വെച്ച് കൊടുക്കുന്നു. പക്ഷേ അലീനയ്ക്ക് ഭയങ്കര വിഷമം. കാരണം ഇതിനു മുമ്പ് ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു നല്ല ചിക്കൻ പീസ് പോയി മേശപ്പുറത്ത് വീണു എന്ന് കരുതി അത് കളയാൻ തോന്നുന്നില്ല അലീനയ്ക്ക്. അലീന കുറച്ച് നേരം അതിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് ആ ചിക്കൻ പീസ് എടുത്ത് പാത്രത്തിലിട്ട് കൈകൊണ്ട് അങ്ങ് കടിച്ചു പറിച്ചെടുത്ത് തിന്നുവാണ്. അന്നേരം സ്റ്റാൻലി മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈ പെൺകൊച്ചിന് ഒട്ടും അനുസരണയൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം അലീന പറയുവാണ് അതെ, എനിക്കൊരു 7 വയസ്സുണ്ടായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു ചിക്കൻ പീസ് താഴെ പോയിരുന്നു. അന്ന് ഞാൻ അത് അവിടുന്ന് എടുത്ത് അതിലെ മണ്ണെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഞാൻ കഴിച്ചു. അതുപോലൊരു കാലം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാൻലി മിണ്ടാതിരിക്കുക, ഇനി ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കണ്ട എന്ന് പറയുന്നു. ഏതായാലും ഒരുവിധം ഭക്ഷണം കഴിച്ച് ഒന്ന് രക്ഷപ്പെട്ട് അലീന അവിടുന്ന് എഴുന്നേറ്റ് പോരുവാണ്.